അപ്പം നിങ്ങളിൽ കുറേ പേർക്കുള്ളൊരു സംശയമാണല്ലേ, യൂട്യൂബിൽ എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കും, അല്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെയുള്ള ഒരു ചിന്ത. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് രക്ഷപ്പെടാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് എല്ലാ മനുഷ്യരും വന്നിട്ട് വീഡിയോസ് ഇടുന്നത്. ശരിയല്ലേ? പക്ഷെ സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു പരിപാടി രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നൊരു കാര്യമാണ്. ഈ 4000 വാച്ച് ഹവേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമ്മൾ വർക്ക് ചെയ്യണം, വീഡിയോസ് എടുക്കണം, പുറത്ത് പോയി വീഡിയോസ് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്കില്ല് ചെയ്യുന്ന വീഡിയോസ് എടുക്കണം, സ്കില്ലായിട്ട് കാര്യങ്ങൾ പറയുന്ന വീഡിയോസ് എടുക്കണം. എല്ലാവരും പറയും ഭയങ്കര എളുപ്പമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയും. നല്ല പാടാണ്. ഈ 1000 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ നല്ല ടാസ്ക്കാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്, ഞാൻ അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. നമ്മളൊരു 1000 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടാസ്ക്കാണ്. അതിന് ശേഷം നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ വീഡിയോസൊക്കെ നല്ല വൈറലായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സൊക്കെ വരും. അതല്ലാതെ നല്ല പാടാണ് മക്കളെ. പിന്നെ നമ്മൾ എഫർട്ട് ഇടുക, നല്ല രീതിക്ക് എഫർട്ട് ഇടുക. എഫർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ പലരും നമുക്ക് മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും യൂട്യൂബ് തുടങ്ങിയാൽ ഒട്ടനെ ചെന്നിട്ട് നമുക്കങ്ങ് സംശയമാണ്, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഒന്നും അറിയത്തുമില്ല എന്നൊക്കെയുള്ള ഞാൻ സാധാരണ ആളിൻ്റെ രൂപേണയുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. നമ്മളെല്ലാ ആൾക്കാരുടെയും വീഡിയോസ് പോയി വാച്ച് ചെയ്യും, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് വൈറലാവാൻ പറ്റും, അല്ലെങ്കിൽ വാച്ച് ഹവേഴ്സ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ടെൻഷൻസ്, വിഷമങ്ങൾ, അല്ലേ? ശരിയല്ലേ? അപ്പം ഒന്നും ചെയ്യാനില്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാനിട്ട വീഡിയോസിൽ വാച്ചിങ് കിട്ടുന്നില്ല. മാക്സിമം 2-3 പേരൊക്കെയാണ് കാണുന്നത്. ഞാൻ നല്ല രീതിക്ക് എഫർട്ട് ഇട്ടിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്നത്. മനസ്സിലായോ? നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീഡിയോസ് എടുക്കുക. നമുക്കിതിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇപ്പം കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ഒന്നിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിട്ട് ഇറങ്ങി പുറപ്പെടേണ്ട. നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിച്ച ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോസ് ഇടാൻ വയ്യ, ഭയങ്കര മടുപ്പാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വിഷമിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോസ് ഇടണം. എല്ലാ ദിവസവും വീഡിയോസ് ഇടണം, ഷോർട്ട് വീഡിയോസ് ഇടണം, ലോങ് വീഡിയോസ് ഇടണം, പറ്റുമെങ്കിൽ ലൈവിൽ വരണം. ഇതെല്ലാം ചെയ്യണം. ഭയങ്കര പാടാണ്, അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര പാടാണ്. എല്ലാവരും പറയും എളുപ്പമാണ്, സിമ്പിളാണ് എന്നൊക്കെ പറയും. വെറുതെയാണ്. അത് ചെയ്യുന്നവർക്കറിയാം എന്താണ് ഇത് സംഭവം എന്നുള്ളത്. പിന്നെ കഴിവതും നമ്മൾ നല്ല തമ്പനെയിൽ കൊടുക്കുക, ആൾക്കാരെ അട്രാക്ഷൻ ചെയ്യിപ്പിച്ചുകൊണ്ട്, മീൻസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന, ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കയറി ഒന്ന് കാണാൻ തോന്നുന്ന രീതിയിലുള്ള തമ്പനെയിൽ കൊടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കയറിപ്പോകും. പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം കിട്ടും. അതല്ലാതെ നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ഹാർഡ് വർക്ക് ചെയ്യാമെങ്കിൽ മാത്രം നമ്മൾ വീഡിയോസ് ചെയ്യുക. ഓക്കെ? അപ്പം ഇനി വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക. എല്ലാ ദിവസവും മാക്സിമം ഷോർട്ട് വീഡിയോസ്, ലോങ് വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ദിവസം നമ്മുടെ ദിവസമായിരിക്കും സക്സസ് ആവും. സോ ഞാനിട്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് എന്നെ അറിയിക്കുക. അതാണ് എൻ്റെ വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ. ഓക്കെ? അപ്പം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.